8. അമലോത്ഭവം മാതാവിന്റെ തിരുനാൾ. മാതാവിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ കൂടെ ദിനം. ഈ സന്തോഷകരമായ ദിനത്തിൽ നമ്മൾക്കും പങ്കുചേരാം. Prayer. It's a talk to God, Almighty, the creator of whole universe. So, let's start our program with the presence of God. കാലം നമിക്കുന്ന കൈവല്യമേ, കരളിൽ തെളിയും കേടാവിളക്കേ, കാലങ്ങൾ തൻ തിരുസാന്നിധ്യമേ, പ്രണാമം പ്രണാമം പ്രണാമം. അക്ഷരജ്ഞാനത്തിനകാമ്പ് തേടിടും അജ്ഞരാ മക്കളെ അനുഗ്രഹിക്കണമേ. ഉണ്ടും മുറങ്ങിയും സ്നേഹിച്ചും അർപ്പിച്ചും ഉത്സവമാക്കണേ ജീവിതയാത്രകൾ, ഉത്സവമാക്കണേ ജീവിതയാത്രകൾ. കാലം നമിക്കുന്ന കൈവല്യമേ, കരളിൽ തെളിയും കേടാവിളക്കേ, ഉയർന്നൊരു ചിന്തയും ഉയിരിന്റെ താളവും ഉന്നതനേ ദേവ തന്നിടണേ. ഉദ്യവും സർവവും ഉണർവാക്കിടണമേ ജഗദീശനേ ദേവ പ്രണാമം. ജഗദീശനേ ദേവ പ്രണാമം. ജഗദീശനേ ദേവ പ്രണാമം. മാതാവിനോടുള്ള സംരക്ഷണ പ്രാർത്ഥന. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. ഞങ്ങളുടെ സ്കൂളിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു. അമ്മേ, അങ്ങയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ, അഗ്നിബാധ, ജലപ്രളയം, ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, ഭൂമികുലുക്കം, വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും, കള്ളന്മാർ, അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സ്കൂളിനെയും സംരക്ഷിക്കണമേ. ഈ സ്കൂളിൽ വസിക്കുന്ന എല്ലാവരും അങ്ങയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളെല്ലാവർക്കുമായി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. ജോവാക്കീമിന്റെയും അന്നയുടെയും മകളായാണ് മേരി ജനിച്ചത്. അവർക്ക് ഒത്തിരി കാലത്തേക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് പ്രത്യേക ദൈവാനുഗ്രഹത്താൽ അവർക്കുണ്ടായ മകളാണ് മേരി. ഒരിക്കൽ അന്ന തോട്ടത്തിൽ ഇരിക്കുകയായിരുന്നു. എന്റെ ദൈവമേ, ചെടികൾക്ക് പൂക്കളും കായ്കളും ഉണ്ടാകുന്നു, മൃഗങ്ങൾക്കും പക്ഷികൾക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, പക്ഷേ എനിക്ക് മാത്രം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. ജോവാക്കിം മരുഭൂമിയിലേക്ക് തപസ് അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ദൈവം അയച്ച മാലാഖ അന്നയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അന്ന, ദൈവം നിന്റെ പ്രാർത്ഥനകൾ കേട്ടിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ആ കുഞ്ഞിനെ ലോകം മുഴുവനും അറിയാനിരിക്കുന്നു. ദൈവം അയച്ച മാലാഖയോ? എന്റെ പ്രാർത്ഥന കേട്ട അങ്ങേക്ക് നന്ദി. തീർച്ചയായും എന്റെ കുഞ്ഞിനെ അങ്ങേക്കായി സമർപ്പിക്കും. അന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. അവൾ അവർക്ക് മേരി എന്ന് പേരിട്ടു. അവൾക്ക് 3 വയസ്സായപ്പോൾ സാധാരണ പോലെ അവളും ദേവാലയത്തിൽ പഠിക്കാൻ പോയി തുടങ്ങി. കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പുരോഹിതൻ മേരിയുടെ ഒരു ബന്ധുവായിരുന്നു. പേര് സക്കറിയ എന്നായിരുന്നു. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അവിടുത്തെ സേവിക്കുവാൻ വേണ്ടിയാണ്. ഓ, വളരെ രുചികരമായിരിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.
എല്ലാവരോടും ദയയും സ്നേഹമുള്ളവളുമായി മേരി വളർന്നു. ഇത്രയും ദയ കാണിക്കുന്നതിന് മോൾക്ക് നന്ദി. ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ. സുന്ദരിയായ ഒരു യുവതിയായി മേരി വളർന്നു. അവൾക്ക് 14 വയസ്സായപ്പോൾ മാതാപിതാക്കൾ അവൾക്ക് വിവാഹം ആലോചിക്കുവാൻ തുടങ്ങി. അതായിരുന്നു അന്നത്തെ നാട്ടുനടപ്പ്. മേരി, അവിടെ നിൽക്കുന്ന ആ ചെറുപ്പക്കാരുടെ നിര നീ കാണുന്നുണ്ടോ? ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അവരെന്തിനാണ് അവിടെ വന്ന് നിൽക്കുന്നത്? നിന്നെയും ഇവിടെയുള്ള മറ്റു യുവതികളെയും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു വന്ന് നിൽക്കുന്നവരാണ് അവർ. വിവാഹമോ? അതെ, നിനക്ക് 14 വയസ്സായി. അതാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം. പക്ഷെ ഞാൻ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് വിവാഹം വേണ്ട. കുഞ്ഞേ, ദൈവത്തിന്റെ ഇഷ്ടം ഇപ്പോൾ നിന്റെ അനുസരണമാണ്. ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. നീ അവരെയെല്ലാം സൂക്ഷിച്ചു നോക്കുക. അവരുടെ എല്ലാം കൈകളിൽ ഇരിക്കുന്ന വടികൾ നീ കാണുന്നില്ലേ? എനിക്ക് കാണാം. പക്ഷേ അവരെന്തിനാണ് വടികൾ പിടിച്ചിരിക്കുന്നത്? സൂക്ഷിച്ചു നോക്കിക്കൊള്ളൂ. നിനക്കുള്ള ഭർത്താവിനെ പരിശുദ്ധാത്മാവ് നിനക്കുടനെ കാണിച്ചു തരും. ജോസഫും ഒരു വധുവിനെ തേടി അവിടെ എത്തിയതായിരുന്നു. ജോസഫ് ജോലി കൊണ്ട് ഒരു ആശാരിയായിരുന്നു. പുരോഹിതൻ ജോസഫിന്റെ നേരെ നോക്കിയപ്പോൾ ജോസഫിന്റെ കയ്യിലിരുന്ന വടിയിൽ പൂക്കൾ വിരിയുന്നത് കണ്ടു. ജോസഫിന്റെ കയ്യിലിരുന്ന വടി ലില്ലിപ്പൂക്കൾ കൊണ്ട് അലങ്കൃതമായി. എന്താണിത്? അപ്പോൾ ഒരു പ്രാവ് പറന്നു വന്ന് ജോസഫിന്റെ വടിയിലിരുന്നു. മേരിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടയാൾ. ജോസഫ്, എന്തോ? മേരി, നീ എന്തു പറയുന്നു? ഞാൻ ദൈവഹിതം സ്വീകരിക്കുന്നു. ദൈവത്തിന് സ്തുതി. നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്വീകരിച്ചിരിക്കുന്നു. അതിനൊരു ഉടമ്പടി ഉണ്ടാക്കണം. വിവാഹം നമുക്ക് 12 മാസം കഴിഞ്ഞ് നടത്താം. ജോസഫിന്റെ വിവാഹ നിശ്ചയത്തിന് ശേഷം ജോസഫ് കുറച്ചകലെയുള്ള ഒരു പട്ടണത്തിലേക്ക് പോയി. അടുത്ത കുറെ മാസങ്ങളിൽ അവിടെയായിരുന്നു ജോസഫിന്റെ ജോലി. ഒരു ദിവസം മേരി ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മുന്നിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ദൈവമേ, ഞാൻ സ്വപ്നം കാണുകയാണോ? മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ് ഞാൻ. ദൈവമാണ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്. എന്താണ് സന്ദേശം? മേരി, നിനക്കൊരു സദ്വാർത്തയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. നിനക്കൊരു പുത്രൻ ജനിക്കും. അവൻ മനുഷ്യകുലത്തിന് മുഴുവൻ രക്ഷകനായിരിക്കും. അവന് നീ യേശു എന്ന് നാമകരണം ചെയ്യണം. പക്ഷേ അതെങ്ങനെ സംഭവിക്കും? എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. നീ ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ദൈവമേ, എന്റെ ആത്മാവ് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. മേരി ദൈവപുത്രനായ യേശുവിന് ജന്മം നൽകി. ദൈവത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഈശോയെ ജോസഫും മറിയവും ശത്രുക്കളിൽ നിന്ന് സംരക്ഷിച്ചു. യേശു വളർന്നു വന്നു. തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ആരംഭിക്കാൻ സമയമായി. യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തത് പരിശുദ്ധ അമ്മയുടെ ആവശ്യപ്രകാരമാണ്. യേശു തന്റെ ദൗത്യം ആരംഭിച്ചപ്പോൾ മുതൽ പരിശുദ്ധ മറിയം പലവിധ വേദനകളിൽ കൂടെ കടന്നുപോകേണ്ടി വന്നു. തന്റെ പ്രിയപുത്രനെ കുരിശിൽ തറയ്ക്കുന്നതിനും അവന്റെ മരണത്തിനും അവൾ സാക്ഷ്യം വഹിച്ചു. അമ്മയുടെ കാര്യങ്ങൾ നോക്കുവാൻ യേശു യോഹന്നാനെ ഏൽപ്പിച്ചു. യോഹന്നാന്റെ നേരെ നോക്കി യേശു അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. പിന്നീടുള്ള കാലം മുഴുവൻ പരിശുദ്ധ അമ്മ വിശുദ്ധ യോഹന്നാന്റെ കൂടെയാണ് താമസിച്ചത്. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരെയെല്ലാം പ്രാർത്ഥനയിലും പ്രതീക്ഷയിലും ഒരുമിച്ച് നിർത്തിയതും പരിശുദ്ധ മറിയമാണ്. അവനെക്കുറിച്ച് എഴുതേണ്ടതെല്ലാം നിറവേറ്റപ്പെടേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് നമ്മുടെ നാഥൻ കുരിശിൽ മരിച്ചത്. അവൻ ഇന്ന് സ്വർഗാരോഹണം ചെയ്തിരിക്കുന്നു. ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം പ്രസംഗിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുന്നു എന്നത് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. പോയി ലോകത്തിന് മുഴുവനും യേശുവിന്റെ സാക്ഷികളാകുക. അവന്റെ സന്ദേശം നിങ്ങൾ എല്ലായിടത്തും എത്തിക്കുക. വിശുദ്ധ മറിയം ലോകത്തിൽ പല സ്ഥലത്തുമായി അനേകർക്ക് പ്രത്യക്ഷപ്പെടുകയും അവളുടെ മധ്യസ്ഥത കൊണ്ട് ധാരാളം അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്.
മാതാവിൻ്റെ തിരുനാൾ. ഈശോയുടെ അമ്മയായ മറിയം പല പേരുകളിൽ അറിയപ്പെടുന്നു. കന്യക മാതാവ്, വ്യാകുല മാതാവ്, കർമ്മല മാതാവ്, പല്ലാർപ്പാടത്തമ്മ എന്നിങ്ങനെ പോകുന്നു ആ പേരുകൾ. അതിലൊന്നാണ് അമലോത്ഭവ മാതാവ്. അമലോത്ഭവ എന്നാൽ ഉത്ഭവത്തിൽ തന്നെ അമല അഥവാ വിശുദ്ധ. ആദി മാതാപിതാക്കളായ ആദവും ഹവ്വായും ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്തു. ആ പാപത്തിൽ സർവ്വജനങ്ങളും പങ്കുകാരായി. എന്നാൽ പരിശുദ്ധ അമ്മയെ യുഗങ്ങൾക്ക് മുന്നേ തന്നെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർ. എന്നാൽ മറിയത്തെ ദൈവം ഉത്ഭവ പാപത്തിൽ നിന്നും രക്ഷിച്ച് വിശുദ്ധിയായി സംരക്ഷിച്ചു പോന്നു. കാരണം പരിശുദ്ധനായ ഈശോയ്ക്ക് ജനിക്കാൻ പരിശുദ്ധമായ ഒരിടം ദൈവം മറിയത്തിൽ ഒരുക്കി. ഈ ഉത്ഭവത്തിൻ്റെ തിരുനാളാണ് ഡിസംബർ 8 അമലോത്ഭവ തിരുനാളായി നാം ആഘോഷിക്കുന്നത്. അമലോത്ഭവ മാതാവിൻ്റെ പുത്രിമാരെന്നറിയപ്പെടുന്ന ഡിമസേ സിസ്റ്റേഴ്സ് എന്ന സന്യാസി സഭയുടെ കീഴിലാണ് നമ്മുടെ സെൻറ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിസംബർ 8 സെൻറ് മേരീസ് ഡേ ആയി നാം ആഘോഷിക്കുന്നു. സെൻറ് മേരീസ് കുടുംബത്തിലെ എല്ലാവർക്കും, അനധ്യാപക സുഹൃത്തുക്കൾക്കും, വിദ്യാർത്ഥിനികൾക്കും, അവരുടെ മാതാപിതാക്കൾക്കും അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് സെൻറ് മേരീസ് ഡേ 2020 എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Very good morning to all of you. December 8 സെന്റ് മേരീസ് ഡേ ആയിട്ട് എല്ലാ വർഷവും നാം വളരെ ഗംഭീരമായിട്ട് ആചരിക്കാറുണ്ട്. ഈ ഓഫ് ടൈം കാലഘട്ടത്തില്, അതായത് ഈ കൊറോണ കാലഘട്ടത്തിലും നാം സെന്റ് മേരീസ് ഡേ വളരെ ലളിതമായ രീതിയിൽ വ്യത്യസ്തമായ പരിപാടിയിലൂടെ ആചരിക്കുന്നു. ഏവർക്കും, എല്ലാ സെന്റ് മേരീസ് വിദ്യാർത്ഥികൾക്കും, ടീച്ചേഴ്സിനും, രക്ഷിതാക്കൾക്കും, എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും സെന്റ് മേരീസ് ഡേയുടെ എല്ലാവിധ മംഗളാശംസകളും പ്രാർത്ഥനകളും ആദ്യമേ തന്നെ നേരുന്നു. പരിശുദ്ധ കന്യകാ മറിയം ദേവപുത്രനായ യേശുവിന്റെ അമ്മയാണ്. എന്നാൽ ആ ദേവപുത്രന്റെ അമ്മ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും, ഈ ലോകത്തിലെ എല്ലാ മക്കളുടെയും അമ്മ കൂടിയാണ് പരിശുദ്ധ കന്യകാ മറിയം. ആ അമ്മയുടെ അക്കലേക്ക് ഓടി അണയുന്ന ഒരു മക്കളെയും അമ്മ കൈവിടാറില്ല. ജാതി മതഭേദമന്യേ ഏവർക്കും ആശ്രയം നൽകുന്ന വലിയൊരു ഹൃദയവിശാലതയുള്ള ഒരു അമ്മയാണ് പരിശുദ്ധ കന്യകാ മറിയം. നമ്മൾക്കറിയാം, ഈ സെന്റ് മേരീസ് അങ്കണത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വിദ്യാർത്ഥിനികളിലും അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പഠിപ്പിക്കുന്ന ഓരോ ടീച്ചേഴ്സിനും, ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തികളിലും, ഓരോ സ്റ്റാഫിനും, ഇവിടെ കടന്നു വരുന്ന ഏതൊരു വ്യക്തികളിൽ തന്നെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ടെന്ന് പലരും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഈ ദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ, അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിലെ അമ്മയുടെ സുഹൃതങ്ങളായ വിശ്വാസം, സ്നേഹം, എളിമ, ലാളിത്യം, ഹൃദയവിശുദ്ധി എന്നിങ്ങനെയുള്ള ആ പുണ്യങ്ങളിലെ പ്രത്യേകമായിട്ട് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന ഓരോ കുട്ടികളും വളരുവാൻ വേണ്ട ഒരു പ്രചോദനം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ മക്കളിലും, അമ്മയിൽ ആശ്രയിക്കുന്ന എല്ലാ മക്കളിലും ആ അമ്മയുടെ സംരക്ഷണം ഉണ്ടാകട്ടെ. ഇന്ന് ഈ കൊറോണ കാലഘട്ടത്തിലും ഈ പരിസരത്തില്ല, ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും, അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്ന ഓരോ വ്യക്തികളുടെയും കുടുംബങ്ങളിലും മാതാവിന്റെ സംരക്ഷണം ഉണ്ടാകട്ടെ എന്നും കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി സെന്റ് മേരീസ് ഡേ ആചരിക്കുന്ന നമ്മൾക്ക് ഏവർക്കും മാതാവിന്റെ സംരക്ഷണവും പ്രാർത്ഥനയും അനുഗ്രഹവും ധാരാളം ഉണ്ടാകട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി മാതാവിന്റെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. Let's enjoy the video by Advait Pishant and Tejas Pishant. Hi,
കേട്ടോ. നീ എന്താ അവിടെ? ഓ ഞാനോ? ഞാൻ ഇവിടെ വെറുതെ കോഫി കുടിക്കാൻ വന്നതാ. അതെന്താ സ്കൂളൊന്നുമില്ല? ഓ ഞാനൊരു കാര്യം മതി. അമ്പക്ക് വെക്കേഷൻ ആണല്ലോ. അന്റെ സ്കൂളിന്റെ പേരെന്താ? എന്റെ സ്കൂളിന്റെ പേരോ സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഓ സെന്റ് മേരീസിലാണല്ലേ. ഞാൻ എന്റെ സ്കൂളിനെ പറ്റിയിട്ട് കൊറേ കേട്ടിട്ടുണ്ട്. കാരണം അത് വളരെ വലിയൊരു സ്കൂളാണ്. എന്റെ സ്കൂൾ എന്തൊക്കെയാ ഉള്ളത്? ആടെയോ? ആടെ മീനുകളുണ്ട്, പിന്നെ പാർക്കുണ്ട്, അതിൽ നിറച്ച് കളിക്കാനുള്ള സാധനങ്ങൾ, പിന്നെ ഫുട്ബോൾ കളിക്കാൻ വലിയൊരു ഗ്രൗണ്ട്, ക്രിക്കറ്റും ഫുട്ബോളും കളിക്കാൻ ആ ഗ്രൗണ്ട്, പിന്നെ ബാസ്കറ്റ്ബോൾ കോർട്ട് ഉണ്ട്, പിന്നെ ഓഡിറ്റോറിയം ഉണ്ട്, പിന്നെ വലിയൊരു ലൈബ്രറി ഉണ്ട്, പിന്നെ കുറച്ച് കൃഷികളും ഉണ്ട്. അങ്ങനെ പല സാധനങ്ങളും ഉണ്ട്. പിന്നെ അവിടെ സയൻസ് ലാബും IT ലാബും അങ്ങനെയൊക്കെ കുറെ സാധനങ്ങളുണ്ട്. ഞാനും അടുത്ത കൊല്ലം അവിടേക്ക് വരാന്ന് ആലോചിക്കുന്നു. ആണോ? പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ് നല്ലോണം പഠിപ്പിക്കുകയും ചെയ്യും. നിന്റെ അമ്മയും പറഞ്ഞത് ഇനി അവിടെ ചേർത്തുന്ന ആന്റിമാരും ഉണ്ട്. ആന്റിമാര് LKG കുട്ടികളൊക്കെ സഹായിക്കാൻ വേണ്ടിട്ട് ആന്റിമാരും ഉണ്ട്. പിന്നെ അവിടെ ഒരു ക്യാൻറ്റീനും ഉണ്ട്. ആണോ? ഞാൻ ഉറപ്പായിട്ടും സെന്റ് മേരീസിലേ വരുള്ളൂ. അവിടെ മുന്തിരികളുണ്ട്, പച്ചക്കറികളുണ്ട്, പിന്നെ അങ്ങനത്തെ പല കൃഷികളും ഉണ്ട്. പിന്നെ അടുത്ത ടീച്ചേഴ്സുമാരൊക്കെ നന്നായിട്ട് പഠിപ്പിക്കും. പഠിപ്പിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ സ്പോർട്സും ആർട്സ് ഫെസ്റ്റും ആനുവൽ ഡേയും അതൊക്കെ ഉണ്ട് അവിടെ. ഈ ആടേക്കൊന്ന് വന്നോക്ക്. ഉറപ്പായിട്ട് ആ സ്കൂൾ ഇഷ്ടപ്പെടും. സെന്റ് മേരീസ് സ്കൂളിന് ഒരു മോട്ടോ ഉണ്ട്, അറിയാമോ? ലേൺ ടു ലവ്, ലവ് ടു സെർവ്, സെർവ് ടു ഗ്രോ. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഇല്ല. എന്നാൽ കേട്ടോ. പ്രകൃതിയെയും സഹജീവികളെയും സ്നേഹിക്കുക, സ്നേഹത്തോടെ സഹായിക്കാൻ ശ്രമിക്കുക. മനുഷ്യരെയും ജീവികളെയും പ്രകൃതിയെയും സഹായിക്കുന്നതിലൂടെ നമ്മൾ ഒരുപാട് വളരും. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരായി തീരുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല. പറഞ്ഞു തരാം. ഞങ്ങൾ സ്കൂളിൽ പച്ചക്കറി കൃഷി നടത്തി, വിളവെടുത്തു. കിട്ടിയ പച്ചക്കറികളെല്ലാം അനാഥാലയത്തിലേക്ക് കൊടുത്തു. പിന്നെ ഒരു കുട്ടിക്ക്, ഒരു സഹപാഠിക്ക് ഒരു കൈത്താങ്ങ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയിലൂടെ ഒരാടിനെ കൊടുത്തു. ഇങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയുമ്പോൾ മനസ്സിന് എന്തൊരു സന്തോഷമാണെന്നോ. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ സ്കൂളിൽ ചേരാൻ തോന്നുന്നു. എന്റെ അച്ഛനും അമ്മയും എപ്പോഴും പറയാറുണ്ട്, നീ വളർന്ന് വലിയ ഒരാളായി തീരണമെന്ന്. അതിന് ഇവിടെ ചേരുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. Let's pay homage to our Mother Mary, the patron of our school, through a dance. Dance is performed by Parvana Prasad.
സ്വർഗത്തിലെനിക്കൊരു അമ്മയുണ്ട്, താരാട്ടു പാടുന്നൊരമ്മയുണ്ട്. സ്വർഗത്തിലെനിക്കൊരു അമ്മയുണ്ട്, താരാട്ടു പാടുന്നൊരമ്മയുണ്ട്. ജപമാല മണികളിലെന്നും ഉരുകുന്ന ഹൃദയത്തിൻ തേങ്ങലല്ലേ. ഉരുളുന്ന ജപമാല മണികളിലെന്നും ഉരുകുന്ന ഹൃദയത്തിൻ തേങ്ങലല്ലേ. കരയുമെൻ കണ്ണീരും തുടയ്ക്കുമൊരമ്മേ. കരയുമെൻ കണ്ണീരും തുടയ്ക്കുമൊരമ്മേ. ചേർത്തു പിടിക്കുന്ന ആശ്വാസമേ, ചേർത്തു പിടിക്കുന്ന ആശ്വാസമേ. അമ്മേ നീ എൻ തണലേ, ഇന്ത്യയായി നീ വരണേ. അമ്മേ നീ എൻ തണലേ, ഇന്ത്യയായി നീ വരണേ. കൃപയുടെ നിറവാമമ്മേ. സ്വർഗത്തിലെനിക്കൊരു അമ്മയുണ്ട്, താരാട്ടു പാടുന്നൊരമ്മയുണ്ട്. In this special occasion, I would like to invite Mr. Surendran, PTA President, Abarna Surendran, School Leader, Miss Deebasi, Miss Sujita, to give felicitation. നമസ്കാരം. ഡിസംബർ 8 നടക്കുന്ന സെൻറ് മേരീസ് ദിനാചരണത്തിന് PTA പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. A warm good morning to one and all. Today we are celebrating a St. Mary's Day. This year our celebrations are more unique for the presence of virtual platform. As a school leader, I'm having an immense pleasure to be here at this moment. I'm wishing all my dear friends all the very best to make this delight day more beautiful and joy. I'm thanking my teachers for making the departure day of Mother Mary more brightened with their creative minds and supporting. I hope the celebration would be a huge success. Thank you. At this time of pandemic, let us beseech God's protection on all the people in the world by praying. Now, let's enjoy the dance performance by Anamika P, Srinidhi P, Gobika PM and Devananda VR. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. എന്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കും ദൈവവും നീ മാത്രമെന്നു കർത്താവോടേറ്റു ചൊല്ലിടും, അവനേറ്റു ചൊല്ലിടും. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ.
കെണിയിൽ നിന്നും മാരകമാം മാരിയിൽ നിന്നും നിന്നെ രക്ഷിക്കും, തൂവൽ കൊണ്ടു മറയ്ക്കും, ചിറകിൻ കീഴിൽ നിനക്കഭയമേകും, വിശ്വസ്തത കൊണ്ടു നിന്നെ കവചമണിക്കും. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. ഭീകരത നിറഞ്ഞ രാത്രിയും പകൽ പറക്കും അസ്ത്രത്തെയും തെല്ലും ഭയം വേണ്ട, കൂരിരുട്ടിനെയും നട്ടുച്ചയ്ക്കണയും വിനാശത്തെയും പേടിക്കേണ്ട, ദൈവം കൂടെയുണ്ട്. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. പാർശ്വത്തിലായിരങ്ങൾ, വലം ഭാഗെ 10,000 മരിച്ചു വീണേക്കാം, ഭയപ്പെടേണ്ട നീ. അനർത്ഥങ്ങളൊന്നും നിന്നെ തൊടുകയില്ല, ദുഷ്ടന്റെ പ്രതിഫലം നീ കണ്ടിടും. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. നിൻ വഴിയിൽ നിന്നെ കാത്തിടാൻ ദൂതരോടു കൽപ്പിച്ചിടും. നിന്റെ പാദങ്ങൾ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. അത്യുന്നതൻ നിന്നെ വഹിച്ചുകൊള്ളും. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. സിംഹത്തെ ചവിട്ടിയിടിലും സർപ്പത്തെ മെതിച്ചിടിലും സ്നേഹത്തിൽ നീ എന്നോടൊത്തി നിന്നതാൽ ഞാൻ നിന്നെ സംരക്ഷിക്കും. എൻ നാമത്താൽ നീ രക്ഷ നേടിടും. അത്യുന്നതന്റെ മറവിൽ
സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കും ദൈവവും നീ മാത്രമെന്നു കർത്താവോടേറ്റു ചൊല്ലിടും അവനേറ്റു ചൊല്ലിടും. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. നമസ്കാരം. ഇന്ന് ഡിസംബർ 8 വിശുദ്ധ മേരി മാതാവിന്റെ തിരുനാൾ കൊണ്ടാടുന്ന സുദിനം. മാതാവിന്റെ നാമത്തിലുള്ള നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സന്തോഷത്തിന്റെ ദിനമാണ്. എല്ലാ വർഷവും നാം ഈ ദിനം ആഘോഷിക്കാറുണ്ട്. എന്നാൽ ഈ വർഷം ശരീരം കൊണ്ട് അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് നമുക്കും ഈ ആഘോഷത്തിൽ പങ്കുചേരാം. വിനയവും ലാളിത്യവും കൈമുതലായുള്ള മാതാവ് ലോകത്തിന് മാതൃകയാണ്. ആ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ വിദ്യാലയം ഇന്ന് ഈ നിലയിൽ ഉയർന്നു വന്നത്. എല്ലാ ആപത്ഘട്ടത്തിലും അമ്മയുടെ അദൃശ്യമായ കരങ്ങൾ നമുക്ക് തുണയാകാറുണ്ട്. ഈ കോവിഡ് മഹാമാരിയോട് പൊരുതി ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നതും മാതാവ് തന്നെ. മാതാവിന്റെ അനുഗ്രഹം നമുക്കും നമ്മുടെ വിദ്യാലയത്തിനും ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അമ്മയുടെ തിരുനാൾ ആശംസകൾ. നന്ദി. ഡിസംബർ 8 മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മാതാവിൻ്റെ നാമത്തിലുള്ള നമ്മുടെ മാവൂർ സെൻറ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സെൻറ് മേരീസ് ഡേ ആയി ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ സെൻറ് മേരീസ് സ്കൂളിലെ എല്ലാ സുഹൃത്തുക്കളുടെയും പേരിൽ സെൻറ് മേരീസ് ഡേ ആയി ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. Now let's enjoy a beautiful song. ഒരു വട്ടം കൂടി എന്നോർമകൾ നീയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമകൾ നീയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ കൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമിഴും കയ്പും പൊളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരിക്കുടിച്ച് എന്തു മധുരമെന്നോതുവാൻ മോഹം. ആ ആ ആ ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരാ കുയിലിൻ്റെ
ഉച്ചത്തിൽ കൂകും കൈലിൻ്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം. ഒടുവിൽ പിണങ്ങിപ്പറന്നു പോ പക്ഷിയോടരുതേ എന്നോടുവാൻ മോഹം. വെറുതെ മോഹങ്ങൾ ഇന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. പ്രിയപ്പെട്ടവരെ, അച്ഛനും അമ്മയും പിരിയുന്നതിലൂടെ അനാഥമായി പോകുന്ന ഒരു കുരുന്നു ബാല്യത്തിന്റെ നൊമ്പരമാണ് എന്റെ ഈ ഒരു കൊച്ചു മോണത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. സുശീലേ, എടി സുശീലേ, നീ അവിടെ എന്തെടുക്കുക? ഒരു കപ്പ് ചായ ചോദിച്ചിട്ട് 1/2 മണിക്കൂറായല്ലോ. നീ ഇതെവിടെയാ? എന്നാ മനുഷ്യ അവിടെ കിടന്ന് തൊള്ള തുറക്കുന്ന്? ഒരു കപ്പ് ചായ വേണമെങ്കിൽ തന്നെ ഇട്ട് കുടിക്കാൻ മേലെ. ഇവിടെ അവിടെ അത്യാവശ്യപ്പെട്ട് എന്തെടുക്കുക? ഓഹോ, ഇതാണല്ലേ കാര്യം. എന്താണ് നിനക്ക് ഈ ഇടയായിട്ട് വലിയൊരു ഒരുക്കമൊക്കെ? എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് നീ കരുതണ്ട. അമ്മേ അമ്മേ, എന്റെ ട്രോഫി കണ്ടോ? അവിടെ ട്രോഫി മാനിക്കടെ അവിടുന്ന്. അയ്യോ, എന്റെ ട്രോഫി. ഞാൻ അമ്മയെ എത്ര സന്തോഷത്തോടെ ട്രോഫി കാണിക്കാൻ കൊണ്ടുവന്നത്. അമ്മയൊന്നും നോക്കി പോലുമില്ല. അച്ഛാ അച്ഛാ, എന്റെ ട്രോഫി കണ്ടോ? മാ കാറിൽ നിന്നോണ്ട് കൺമുമ്പിൽ നിന്ന് 6 കാര്യത്തിന്റെ ഇടയ്ക്ക് അവിടെ ചേന കാര്യം. നിങ്ങൾ നേരത്തെ എന്തോന്ന് മനസ്സിലായെന്ന പറഞ്ഞത്? മനസ്സിലായെങ്കിൽ പോലെ കേമമായി പോയി. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. താനാരാ ചോദിക്കാൻ? എന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് കരുതി തന്റെ അടിമയൊന്നുമല്ല ഞാൻ. ധിക്കാരം പറഞ്ഞോടി അഹങ്കാരി. ഇന്നത്തോടെ നിന്റെ അഹങ്കാരം ഞാൻ മാറ്റിത്തരാം. നിങ്ങൾ എന്നെ തല്ലിയല്ലേ കാണിച്ചു തരുന്നുണ്ട്. ഇന്നത്തോടെ നിങ്ങളുമായിട്ടുള്ള പൊറുതി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ഇനി നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. പോകാൻ വരട്ടെ, അവിടെ നിൽക്ക്. ഞാനും ഈ കാര്യം കുറച്ച് നാളായി ആലോചിക്കുക. ഇനി നമുക്ക് ഇന്ന് തന്നെ വക്കീലിനെ കണ്ട് ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ട് വാങ്ങാം. പക്ഷെ മോളുട്ടി ഞാൻ എടുക്കും. നിങ്ങൾ അത് മനസ്സിൽ കരുതണ്ട. ഞാൻ നിങ്ങൾക്ക് ചത്താലും വിട്ടു തരില്ല. മോളുട്ടി ഞാൻ എടുക്കും. ആർക്ക് വേണം ആസത്തിന്? നീ തന്നെ എടുത്തു ആസത്തിന്. ഓഹോ, ഇതായിരുന്നല്ലേ നിങ്ങളുടെ മനസ്സിരിപ്പ്. നിങ്ങൾ അങ്ങനെ സുഖിക്കണ്ട. നിങ്ങൾ തന്നെ എടുത്തു നിങ്ങളുടെ പൊന്നാര മോളെ. അയ്യോ, എന്റെ അച്ഛനും അമ്മയ്ക്കും ഇത് എന്ത് പറ്റി? ദൈവമേ, എന്റെ അച്ഛനും അമ്മയും ഇത് എവിടേക്ക് ഒരുങ്ങി പോകുന്നത്? അവരെന്നെ ഒന്ന് നോക്കി പോലുമില്ല. ഞാൻ എവിടെ കിടക്കും? എനിക്ക് പേടിയാകുന്നുണ്ട്. നന്ദി. Now let's enjoy a beautiful song by Neha Pinson.